ഹായ് ഗൈസ്, എസ് എൻ കാലിക്കറ്റാണേ. ഇന്നലെ രാത്രി നൂറയും അനുമോളും സംസാരിക്കുകയാണ്. നൂറ അനുമോളോട് ചോദിക്കുകയാണ്, ഇവിടുന്ന് പുറത്തിറങ്ങുന്നവരെ നിന്റെ പി ആർ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങുന്ന മത്സരാർത്ഥികളെ, അവരെ ഫാമിലിയിലടക്കം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അനുമോള് പറയാണ്, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? പുറത്തുനിന്ന് വന്നോലല്ലേ, അവർ കള്ളം പറയാണ്, അവർ വെറുതെ പറയുന്നതാണ്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ എൻ്റെ പി ആറിനോട് അവരെ ദ്രോഹിക്കരുതെന്ന് പറയണോ? ഇങ്ങനെ ഒരു മുടന്ത ന്യായം അനുമോൾ അവിടെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാവരും നല്ല ചില്ലായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക, ഓരോരോ തമാശയും കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ അനുമോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, പുറത്തുള്ള കാര്യം അറിയാൻ വേണ്ടി ഓരോരുത്തർ മൂലയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഊറ്റി ഊറ്റി എടുക്കുകയാണ്. അപ്പോൾ ഓൾ അറിഞ്ഞ് സംഭവങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ചൊക്കെ അനീഷിനാണ് ഇവിടെ വോട്ട് ഉള്ളതെന്നൊക്കെ അറിഞ്ഞ സമയം തൊട്ട് അനുമോൾക്ക് നിക്കപ്പൊറുതിയില്ല. ആടെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അനീഷിനെ താർക്കാൻ വേണ്ടി നടക്കുക. സത്യം പറഞ്ഞാൽ ഈ പി ആറിന്റെ നമ്പർ അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്നലെ പ്രവീണിനോട് പറയുന്നത് കേട്ട് അനീഷിന്റെ സ്വഭാവം മാറി, ഓൻ ഗെയിം കളിക്കുകയാണ്, ഓൻ പിന്നെ എന്നോട് കാട്ടിയതൊക്കെ സിഗിക്കുക. അനീഷിനോട് കാട്ടിയത് അനുമോളാണ്, അല്ലാതെ അനീഷ് അല്ല കാട്ടിയത്. അതെല്ലാ പ്രേക്ഷകരും കണ്ടതാണ്. അച്ചായെന്ന് വിളിക്കുന്നു, ലവ് ഇങ്ങനെ കാണിക്കുന്നു, മാങ്ങയും കാണിക്കുന്നു, എല്ലാവരും കണ്ടോ, കിസ് കൊടുക്കുന്നൊക്കെ. പിന്നെ ഇന്നലെ ആദില വേറൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആദിലക്ക് ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു പുറത്താക്കുന്ന. അന്ന് അനുമോൾ ഇത് അറിയില്ല പ്രാങ്ക് ആണെന്നുള്ളത്. അന്ന് അനുമോള് ആദിലിനെ ഡ്രസ്സിംഗ് റൂം കൂട്ടിക്കൊണ്ടുപോയിട്ട് ഷൂവിൽ നമ്പർ എഴുതി കൊടുത്ത് പി ആറിന്റെ, എന്നിട്ട് പറഞ്ഞ അക്ബറിനെ തകർക്കണോ, അക്ബറിന് ഇവിടെ സപ്പോർട്ട് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഓന്റെ ബോട്ട് നീ 50,000 റുപ്യ കൊടുത്താൽ മതി, അത് മറിച്ചിട്ട് 100ക്ക് ആക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഈ അനുമോൾ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടാവും, കാണാണ്ടിരിക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ലൈവ് കണ്ട സംഭവമാണ്. ഇന്നലെ ആദില വിളിച്ചു പറഞ്ഞ സംഭവമാണ്. ഇന്ന് മോർണിംഗ് ടാസ്കിലും ആദില അനുമോളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും.